അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാണിയേലിപ്പോര്. അവിടെ ഒഴുകുന്നതാണ് കേട്ടോ. അപ്പുറം ഫോറസ്റ്റാണ്. അപ്പോൾ കാണിച്ചാണ് അപ്പോൾ കാണുന്ന അവിടെയൊക്കെ ചെറിയ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്. ഭക്ഷണം ഉള്ള ഇപ്പോഴാണ്, ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടാവണം. അതിന് സമയം നോക്കിയാക്കാമല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം നമുക്ക് 3:15, 3:17 ആയിട്ടോ. ഇന്ന് ഞായറാഴ്ച ഉണ്ടേ, ഈ ഭാഗത്തേക്ക് ആരും അങ്ങോട്ട് വരില്ലെന്നോ. അപ്പോൾ 3:15 പാണിയേലിപ്പോര് എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു പോർഷനാണ്. ഇതല്ല, ഇവിടെ അല്ല വരേണ്ടതെന്നാണ് തോന്നണേ. നമുക്കിത് അവിടം വരെ പോകാനേ പറ്റുള്ളൂ, ആ കാണുന്ന ഭാഗം വരെ പോകാനേ പറ്റുള്ളൂ. അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അല്ല, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യനില്ല ഈ ഭാഗത്ത്. ഇവിടെ ഒരു വീടാണോന്നറിയില്ല, എന്തോ സാധനം. ഇവിടെ ഒരു കടത്ത് കടവ് നമുക്ക്. അപ്പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഒരു മഴ തട്ടും. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ തന്നെയാണ് കേട്ടോ. അവലും പഴവും ഇതൊക്കെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊരു ഭക്ഷണം നമുക്ക് ഇല്ലല്ലോ. അല്ല, അവല് വേറെ ഒന്ന് നമുക്ക് തൽക്കാലം ഇല്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് കഴിക്കുമ്പോൾ വേറൊരു ഫീല്, അത്രേ ഉള്ളൂ. ടേബിള്, സൈക്കിളിൽ ടേബിൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പാചകം കൂടി ചെയ്ത് കഴിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗ്യാസിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സമയം കിട്ടായിക്കൊന്നുമില്ല. പാചകം കഴിയുകയെന്ന് പറഞ്ഞാൽ വല്ല മുട്ടയോ എന്തെങ്കിലുമൊക്കെ പൊളിച്ച് കടിച്ച് കഴിക്കാം. കഴിക്കാൻ സാധനം എന്ന് പറഞ്ഞാൽ ശബ്ദമായ ഏരിയയാണ്, മനുഷ്യനില്ല. ഞങ്ങളും 2 CCTV, അവിടെ 2 CCTV ഉണ്ട്, അതുകൊണ്ട് വേറെ ആരുമില്ല. അവർ കാണുന്നുണ്ടാവും. ഭക്ഷണം നമ്മൾ ലളിതമാക്കണമെന്ന് വെച്ചാൽ ഈ സൈക്കിൾ റൈഡിങ്ങിന് ഇത്ര ഹെവി ഭക്ഷണമൊന്നും കഴിക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സൈക്കിൾ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്, ഭക്ഷണമല്ല. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ല. ഹെവി ഭക്ഷണം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സ് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സൈക്കിളിന് പോവാം, ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ലളിതമായ ഭക്ഷണം. പിന്നെ അത് മതി, അത് എളുപ്പം ഞങ്ങളെ സംബന്ധിച്ച്. അങ്ങനെയാണ് അതിൻ്റെ നിശബ്ദമായ ഏരിയയാണ്. അതിനും കഴിക്കാം. ഒരു മഴയ്ക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. റെയിൻകോട്ടിൽ ഇവിടെ തന്നെ കയറിക്കാൻ സ്പേസൊന്നുമില്ല, ഇവിടെ അടച്ചു കൂട്ടിയിട്ടേക്കാം. അതുകൊണ്ട് മഴ വേണ്ടോന്നറിയില്ല കേട്ടോ.
വെള്ളം ഒഴുകണ ഒച്ച ശരിക്കും കേൾക്കാട്ടോ. നല്ല ഒഴുക്കുണ്ടപ്പോൾ. ഒരു മനുഷ്യനില്ലേ ഈ ഭാഗത്തുനിന്ന്. ഞാനും കുഞ്ഞമ്മയും മാത്രം. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ നാട്ടിലൊക്കെ കിളികളുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു എടപ്പള്ളി ഭാഗത്തെ. ഇടിവറ്റം മഴയായിരുന്നു. അപ്പോൾ ഇന്ന് പോരണ്ടാന്നൊക്കെ വിചാരിച്ചാണ്, പിന്നെ അങ്ങനെ ഇറങ്ങി. പത്തേ മുക്കാലേ ഇറങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 3:20. ഏകദേശം 40 കിലോമീറ്റർ, 45 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പാണെന്ന് പറയുക. വൈദ്യുതി വേലുണ്ട്, നമ്മൾ അറിയൂല, പൊടിമുട്ടും. വെടിയിച്ച് തേങ്ങാനില്ല. അപ്പുറത്ത് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ടോ, കണ്ടാൽ തന്നെ അറിയാം. മൃഗങ്ങളുള്ള ഭാഗമായണ്ടേ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ആ തീരപ്രദേശത്ത് എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെന്ന് നോക്കി. ആ സമയം ഇപ്പുറത്ത് കാണിച്ചു കേട്ടോ, ലാസ്റ്റ് കാണിച്ചു. മൃഗങ്ങൾ ജീവിക്കുന്ന ഏരിയയാണത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകിപ്പോയാലും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പാണിയേലിപ്പോര്. അവിടെ കുറച്ച് മരങ്ങൾ, മറ്റേ മലകളും അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് കേട്ടോ കാണുന്നത്. ശബ്ദമായൊരു ഏരിയയാണ്. നമ്മൾ വന്നത് ആ വഴിയാണ്. അപ്പം അവിടെ മണൽത്തിട്ടയാണ് ശരിക്കും കേട്ടോ. നമ്മളത് കാണുമ്പോഴാണ് ഇറങ്ങുന്നത്. ഇതാണ് പാണിയേലിപ്പോരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. വെള്ളം ഒഴുകുന്ന വെച്ചാണ് കേൾക്കുന്നത്.
ഇപ്പോൾ ഒരു ചേട്ടൻ അങ്ങോട്ട് പോയി ആ പറമ്പിലേക്ക്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് പറമ്പുണ്ട്, അവിടേക്ക് പോയി. അപ്പോൾ ഞാൻ ചോദിച്ച് പുള്ളിയെടുത്ത്, അപ്പോൾ പാണിയേലിപ്പൂരിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്. ഈ വഴി പോകാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്കാണ്. 4 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എവിടെയായാലും സെയിം അല്ലേ. വെള്ളച്ചാട്ടമാണ് ആണ് പ്രധാനം. ഇവിടെ ഒരു മല ഉണ്ടായിരുന്നു, അതിപ്പം മൂടിപ്പോയി. കോട കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കോട വന്ന് മൂടിയത്. പാണിയേലിപ്പൂര്. അപ്പോൾ അവിടെ നിന്നാണ് ലൈറ്റ് നമുക്ക് നമ്മുടെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്, ബൈക്ക്. പാണിയേലിപ്പൂര് നല്ലൊരു ആ തീരം ശരിക്കും ഫോറസ്റ്റാണ് കേട്ടോ. ആ കാണുന്ന തീരം മുഴുവൻ അവിടെ വന്യജീവികളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയാണ്. അത് വന്യജീവികൾ വസിക്കുന്ന സ്ഥലമായതുകൊണ്ട് വൃത്തിയാണ്. ഈ കാട്ടുജീവികൾ വസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതാ വേണ്ട ഉണ്ടോ, ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഉണ്ടോ, കാട്ടുജീവികൾ വസിക്കുന്ന സ്ഥലം ഇതാണ്. നോക്കൂ, നോക്കൂ, കുപ്പി, കുപ്പികൾ, ചപ്പ്, ചവറ്, ഭക്ഷണം കഴിച്ചതിൻ്റെ മദ്യക്കുപ്പി, സകല സാധനങ്ങളും കാട്ടുമൃഗങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നപ്പോൾ ഒരു വെയിറ്റും ഉണ്ടായില്ല. കാലിയായി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ്, അതുകൊണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. സ്വയം വിഡ്ഢിയാവുക എന്ന് പറയുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവനവൻ്റെ നാളെ നമുക്കിത് വന്ന് കാണാനുള്ള സ്പേസ് ആണെന്ന് ചിന്തിക്കാതെ, നാളെ ഇവിടെ വരുമ്പോൾ ഇവൻ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ തന്നെ കാണുന്നത് ഈ കാണുന്ന വേസ്റ്റ്. ഇപ്പോൾ ഇവൻ ഒരെണ്ണിട്ട് ലക്ഷക്കണക്കിന് പേര് വരുമ്പോൾ എത്ര ലക്ഷം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കി. അതാണ് ഒരുപക്ഷെ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതുപോലെയൊക്കെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അവിടെ കുറച്ച് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണി എന്തോ ഭക്ഷണമൊക്കെ ചുമ്മാ കളയാണ്. പാണിയേലി ഒഴുകി വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടി വരുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്.
നേരത്തെ നമ്മൾ കണ്ട മല ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും അത്ര അങ്ങോട്ട് വന്നില്ല കേട്ടോ. ഓക്കെ, അത്യാവശ്യം ഒരു മഴ മേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ പാണിയേരിപ്പൂരിൻ്റെ ആരും വരാത്തൊരു ഭാഗത്ത് വന്നിട്ട് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ തിരികെയാണ്. നമുക്ക് കാലം അങ്ങോട്ടേ കുറച്ച് പോകാൻ പറ്റുന്ന മഴ കൂടിയുണ്ട്. മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ ഭാഗത്ത് തന്നെ മഴക്കാറുണ്ട്. അല്ലേ, മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു മോശം റോഡ് കവർ ചെയ്യണം. കുഴപ്പമില്ല, പതിയെ പോവാം.